പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ഒരു മാധ്യമത്തിൽ കണ്ട കാര്യത്തെ എടുത്തു പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗിക്കുന്നതിനിടയിൽ ആ കാര്യം പറഞ്ഞത്. പറഞ്ഞിങ്ങനെയാണ്: പ്രളയമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിൽ ഏറ്റിയതെന്ന്. അതൊരു പുരോഹിതനാണ് പറഞ്ഞത്, ഒരു ക്രൈസ്തവ പുരോഹിതനാണ് പറഞ്ഞത്. ആ പുരോഹിതന് വ്യക്തമായ ഒരു മറുപടി മുഖ്യമന്ത്രി ആ ചടങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. പുരോഹിതന്മാരിലും വിവരദോഷികൾ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഈ പറഞ്ഞത് എന്നുവെച്ചാൽ പ്രളയമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിൽ ഏറ്റിയത് എന്ന് പറഞ്ഞത് യാക്കോബായ സഭ നീരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസ് ആണ്. അദ്ദേഹത്തിനെതിരെയായിട്ടാണ് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വ്യക്തമായ നിലപാട് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ ചടങ്ങിനിടെ എടുത്തു തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാധ്യമത്തിൽ ഒരു വാർത്ത കണ്ടിരുന്നു, പ്രളയമാണ് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ ഏറ്റിയതെന്ന്. അതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ചും മുഖ്യമന്ത്രി കുറച്ച് വാക്കുകൾ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. നമ്മളാരും ഇവിടെ വീണ്ടും ഒരു പ്രളയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നേരിട്ട ദുരന്തം, ആ ദുരന്തം ശരിയായ രീതിയിൽ അതിജീവിക്കാൻ നമ്മുടെ നാടാകെ ഒറ്റക്കെട്ടായി നിന്നു. അതാണ് നമുക്ക് ലോകത്തിന് നൽകാൻ കഴിഞ്ഞ പാഠം. അത് കേരളത്തിന് മാത്രം കഴിയുന്നതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ്. കാരണം ഈ നാട് ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന നാടാണ്. അത്തരമൊരു നാടിന് മാത്രമേ ഭേദചിന്തകളില്ലാതെ ഇത്തരം ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള ശേഷി ആർജിക്കാനാവുകയുള്ളൂ. അതാണ് നാം രാജ്യത്തിനും ലോകത്തിനും ഇതിലൂടെ നൽകിയ പാഠം. പക്ഷേ 2021 ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് പുതിയ ചില അനുഭവങ്ങളാണ് ഉണ്ടായത്. ഈ 21 ശേഷമുള്ള 3 വർഷക്കാലം സർക്കാർ നടത്തിയ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകമുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ 3 വർഷക്കാലം നാം ഒരു പുതിയ ഘട്ടമാണ് നേരിടേണ്ടി വന്നത്. കേരളം ഒരു നാടെന്ന നിലക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന് ഫലപ്രദമായ രൂപം കൊടുക്കാനും നാടിനെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കാനുമാണ് സംസ്ഥാന സർക്കാർ എന്ന നിലക്ക് തയ്യാറായിട്ടുള്ളത്. അവിടെ ഓരോ ഘട്ടത്തിലും എങ്ങനെയെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കാനാകും, ഇതാണ് നമുക്ക് ഉണ്ടായ
നമ്മെ സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ അനുഭവം.